നമസ്കാരം. വളരെ മനോഹരമായ ഒരു വീഡിയോ, ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നൊരു വീഡിയോ. എങ്ങനെയാണ് ഒരു തൊഴിൽ സംസ്കാരത്തെ കേരളത്തിൽ ഇല്ലാതാക്കിയത് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന വീഡിയോ. സോഷ്യൽ മീഡിയയിൽ വളരെ പ്രചാരമുള്ള ഈ വീഡിയോ പ്രിയ സജ്ജനങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ്. ഷാജി, സുഖു, ഈ ഇപ്പൊ നാട്ടിലെത്തി? ഞാൻ ഇന്നലെ രാത്രി. പിന്നെന്തൊക്കെയാ എന്റെ പുറപ്പണിക്ക് ഇടം വരുത്തി? എവിടെടാ, തറണ്ട് ചെയ്, പിന്നൊന്നുമില്ല. അപ്പൊ ഇനിയിപ്പൊ ഈ പോകുന്നുണ്ടാവില്ലല്ലേ? പുറപ്പണിയൊക്കെ തീർത്തൊന്ന് സെറ്റിൽ ആവണ്ടേ? പുരപ്പണി ഒന്ന് തീർക്കണേ ഞാൻ ഇനി അങ്ങോട്ട് പോണോ? ഇവിടെ നിന്നിട്ട് എന്ത് കാര്യോ? ഇവിടെ പണിയുണ്ടോ, കൂലിയുണ്ടോ? ഇതൊന്നും ഇല്ലായിട്ടല്ലേ ഞാൻ അങ്ങോട്ട് പോയത്. ഇനി അവിടെ ചെന്ന് കഷ്ടപ്പെട്ട് 4 മുക്കാൽ ഉണ്ടാക്കിയിട്ട് വേണോ ഇവിടെ വന്നിട്ട് ഈ പണിയൊന്ന് തീർക്കാൻ. അല്ലെങ്കിൽ നാട്ടിലെ കാര്യമൊക്കെ ഭയങ്കര കഷ്ടാടോ. ചെക്കന്മാരൊക്കെ പണിയില്ലാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവല്ലേ? ഏട്ടാ നോക്കിയല്ലേ, വൈകുന്നേരം കാണാട്ടോ. ആടാ, ഞാൻ വിളിക്കാം. ഏയ് പവൻ, തൂ അബീബ് ഇതറേ, നീ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാ? ഞാൻ വേറെ എവിടെ പോവാന്ന് സജ്ജേട്ടാ, ഇത് തന്നെ നമ്മുടെ സ്വർഗം. അല്ല, നിനക്ക് നീ വീട്ടിലായിരുന്നു പണി? ഈ വീട്ടിൽ ഞാൻ പണിക്ക് വന്നല്ല ചേട്ടാ, ഇതെന്റെ സ്വന്തം വീട്. ഞാൻ ഇവിടെ വന്ന് പണിയെടുത്ത് കുറച്ച് സ്ഥലം വാങ്ങി ഒരു ചെറിയ വീട് വെച്ച്. അത് എന്റെ സ്വന്തം വീട് ചേട്ടാ. കുമാര, ഇതാണ് സാർ ഈ മലയാളികളെ പണിക്ക് വെച്ചാൽ പ്രശ്നം. ഒരു ശരിക്കും വരില്ല. ബംഗാളി മലയാളി ഞാൻ എത്തി പോവുകയല്ലേ, ബാ നടക്ക്. ജൽദി ആവൂ കുമാര. 50 ലക്ഷം മലയാളികൾ ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് കേരളത്തിനുണ്ട് താനും. കേരളത്തിൽ ഇന്ന് കാണുന്ന കോൺക്രീറ്റ് ബിൽഡിങ്ങുകളുടെ പിറകിലെല്ലാം ഈ ഗൾഫ് പണമാണ്. പൊതുവെ നമ്മുടെ നാട്ടിൽ അഹങ്കാരത്തോടു കൂടി ഇടത് വലത് മുന്നണികൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 ആണ്. അതായത് ആരോഗ്യ സൂചികയുടെ മാനദണ്ഡങ്ങളിൽ ഏറ്റവും പ്രധാനം ശിശു മരണനിരക്ക് കുറയലാണ്. ശിശു മരണനിരക്ക് ഏറ്റവും കുറവുള്ളത് കേരളത്തിലാണ് എന്നത് ഒരു ശരിയാണ്. എന്തുകൊണ്ട്? ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് സിറ്റിയിൽ 12 പഞ്ചനക്ഷത്ര ആശുപത്രികളുണ്ട്. ഹോട്ടലുകളല്ല, ആശുപത്രികൾ. അതായത് ഒരാളെയും മരിക്കുവാൻ അനുവദിക്കില്ല, അവിടെ 2.5-3 ലക്ഷം ബില്ലാവാതെ നിങ്ങൾ മരിക്കരുത് എന്ന് പറയുന്ന ആശുപത്രികളാണ്. അതിൽ ഒരു 5-6 എണ്ണം ധാർമ്മികമായ ആശുപത്രികളും അതിലുണ്ട് താനും. ഇവിടെ ഗൾഫിൽ പോകുന്ന മലയാളി കഷ്ടപ്പെട്ട് അയക്കുന്ന പണം ഇവിടെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളായി രൂപപ്പെടുന്നു. വ്യവസായശാലകളെല്ലാം അടച്ചുപൂട്ടുന്നു. എന്നാൽ ബഹുഭൂരിപക്ഷം മലയാളികളും ഇവിടത്തേക്കാൾ കഷ്ടപ്പാടിലാണ് അവിടെ ജീവിക്കുന്നത്. അപ്പോഴാണ് 30 ലക്ഷത്തിൽ പരം ബംഗാളികൾ ഇവിടത്തേക്ക് വന്നത്. അവർ വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? 35 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പശ്ചിമ ബംഗാൾ അടക്കി ഭരിച്ചു. 7 തവണ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് എതിരാളികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇടത് വലത് മുന്നണികളൊക്കെ മാറി മാറി കേരളത്തിൽ വരാറുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ്. എന്നാൽ 35 വർഷക്കാലം ജ്യോതി ബസു, ബുദ്ധദേവ് ഭട്ടാചാര്യ, ഈ 2 മുഖ്യമന്ത്രിമാർ പശ്ചിമ ബംഗാൾ തുടർച്ചയേന ഭരിച്ചു. എന്ത് സംഭവിച്ചു? ഭാരതത്തിൽ കൊടുംപട്ടിണിയുള്ള 19 ജില്ലകൾ അന്ന് പ്രഖ്യാപിച്ചിരുന്നു 2005 കാലഘട്ടത്തിൽ. അതിൽ 14 എണ്ണവും അന്നുണ്ടായിരുന്നത് ഈ പശ്ചിമ ബംഗാളിലായിരുന്നു. പാർട്ടിയുടെ ഫാസിസം, ചോദ്യം ചെയ്യുന്ന ആളുകളെ കൊല്ലുക. 28,000 ആളുകളെയാണ് അവിടെ ചുമ്മാ കൊന്നുകളഞ്ഞത്. ഇതിനെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ കമ്മ്യൂണിസം അവിടുന്ന് വേരോടെ പിഴുതെറിയപ്പെട്ടു. അതോടുകൂടി പട്ടിണിയും ദാരിദ്ര്യവും പല രൂപത്തിലേക്കും ഭാവത്തിലേക്കും മാറി. അതായത് കമ്മ്യൂണിസം ഞങ്ങൾക്ക് വേണ്ട. 7 പ്രാവശ്യം തുടർച്ചേന ഭരിച്ചിട്ടും ഞങ്ങളെ ഒരു പരിവർത്തനത്തിനും വിധേയമാക്കാൻ കഴിയാത്ത കമ്മ്യൂണിസത്തെ അവരുപേക്ഷിച്ചപ്പോൾ പട്ടിണി കിടക്കേണ്ടി വന്ന അവർക്ക് തൊഴിൽ തേടി ഭാരതത്തിന്റെ പല ഭാഗത്ത്, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരേണ്ടി വന്നു. അന്ന് അവർക്ക് അവിടെ കൂലി 100 രൂപയായിരുന്നുവെങ്കിൽ കേരളത്തിൽ അന്ന് 500 രൂപയുണ്ട്. 5 ഇരട്ടി കൂലി കിട്ടുന്ന അവരുടെ ഗൾഫായിട്ട് കേരളം മാറി. മാത്രമല്ല, അവർ കഠിനാധ്വാനം ചെയ്തു. 1000 രൂപ കൂലി കിട്ടുമ്പോൾ 100 രൂപയ്ക്ക് അവർ ഭക്ഷണം കഴിക്കുകയും 100 രൂപ താമസത്തിനും ചിലവഴിച്ച് 800 രൂപ അവരുടെ നാട്ടിലേക്ക് അയക്കുന്നു.
ഇങ്ങനെ ഡെയിലി 200 കോടി രൂപയെങ്കിലും കേരളത്തിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ തൊഴിലാളികൾക്കിടയിലൊക്കെ ഇന്ന് ദാരിദ്ര്യം പടർന്നു പന്തലിക്കാൻ കാരണം. സാധാരണഗതിയിൽ ഒരു മലയാളി ആയ തൊഴിലാളിയാണ് എങ്കിൽ അവൻ 1000 രൂപ കൂലി കിട്ടിയാൽ അത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കറങ്ങിക്കളിക്കുമായിരുന്നു പല രൂപത്തിലും ഭാവത്തിലുമെങ്കിൽ ഇതിൽ ബംഗാളി പണിയെടുക്കുന്ന ഈ പണത്തിന്റെ 80% അവന്റെ ജീവിത കഷ്ടപ്പാടുകൾ മാറ്റുവാൻ വേണ്ടി അവന് അവന്റെ കുടുംബമുള്ള സ്ഥലത്തേക്ക് അയക്കേണ്ടി വരുന്നു. ഇവിടെ ഒരു മുറിയിൽ 10-15 ആളുകളൊക്കെ ഒന്നിച്ചാണ് താമസിക്കുന്നത്. ഒരു കുറച്ച് ബ്രെഡും പരിപ്പുമാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. അപ്പൊ ഇങ്ങനെ അധ്വാനിച്ച് ഓവർ ടൈം പണിയെടുത്ത് അതിൽ ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്നത് ബംഗാളിൽ നിന്ന് പണിക്ക് വന്ന് ഇവിടെ സ്ഥലം വാങ്ങി വീടുണ്ടാക്കി മലയാളിയെ പണിക്ക് വെച്ച ഒരാളാണെങ്കിൽ ഗൾഫിൽ നിന്ന് വന്ന ചെറുപ്പക്കാരൻ കടം കയറി മുടിഞ്ഞിട്ടും അവനോട് ചോദിക്കുന്നത് കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ്. അപ്പൊ ഗൾഫിൽ നിന്ന് കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്ന് വൈകുന്നേരം നമുക്ക് അടിച്ചു പൊളിക്കാം. ഗൾഫിൽ നിന്ന് വന്നാൽ കുപ്പി വേണം, കല്യാണത്തിന് കുപ്പി വേണം, മരിച്ച വീട്ടിൽ കുപ്പി വേണം. ഇന്ന് ബീവറേജിന്റെ മുന്നിൽ നിൽക്കുവാൻ യാതൊരു നാണവും നമ്മുടെ നല്ലൊരു ശതമാനം ചെറുപ്പക്കാർക്കും ഇല്ല. 1000 രൂപയുടെ പണിയെടുക്കുന്നു, 500 രൂപ മദ്യത്തിനും സിഗരറ്റിനും വേണ്ടി ഉപയോഗിക്കുന്നു, ബാക്കി ഭക്ഷണത്തിന് ഉപയോഗിച്ച് എന്താണ് ബാക്കി വരുന്നത്? 100-300 രൂപയായിരിക്കാം ഒരു ദിവസം മെച്ചം വെക്കുന്നത്. ഇതുകൊണ്ട് അവന് വീട് വെക്കാൻ കഴിയുമോ? 1000 രൂപ വരുമാനമുള്ള ഒരാൾ 700 രൂപ മിച്ചം വെച്ചാൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും 20,000-ലധികം രൂപ ഒരു മാസം മിച്ചം വെക്കാം. ഇനി 15,000 രൂപയെങ്കിലും മിച്ചം വെക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് കാനറ ബാങ്ക് പോലുള്ള അല്ലെങ്കിൽ SBI പോലുള്ള ദേശീയ ബാങ്കുകളിൽ നിന്ന് നമ്മൾ ഹോം ലോൺ എടുക്കുമ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് 900 രൂപയാണ് അടവ് തിരിച്ചടക്കേണ്ടത്. 10 ലക്ഷം രൂപ എടുത്താൽ 9,000 രൂപ തിരിച്ചടക്കാം. 5 ലക്ഷമാണെങ്കിൽ 4,500 രൂപ. 5 ലക്ഷം രൂപയ്ക്ക് ഒരു ചെറിയ വീട് തയ്യാറാക്കാം, 10 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു വീട് തയ്യാറാവാം. അങ്ങനെയെങ്കിൽ ദൈനംദിനം ജോലിക്ക് പോയി അത് മദ്യത്തിന് മാറ്റിവെക്കാതെ കൃത്യമായ സേവിങ് പദ്ധതി ഉണ്ട് എങ്കിൽ ഒരു നല്ല വീട്ടിൽ വളരെ ഐശ്വര്യത്തോടു കൂടി ജീവിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. ഇവിടെ ബംഗാളി പഠിപ്പിക്കുന്നു, അവന് കൃത്യമായി പണിക്ക് പോകുന്നു, അതുകൊണ്ട് അവൻ ഉയരുന്നു. മറ്റവൻ പണിക്ക് പോകുന്നു, നന്നായിട്ട് മദ്യപിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാ മലയാളികൾക്കും ബാധകമല്ല. എന്നാൽ ബഹുഭൂരിപക്ഷം ഇന്ന് ബീവറേജിന്റെ എണ്ണം പിണറായി സർക്കാർ വന്നതിന് ശേഷം എത്രയോ 10 മടങ്ങ് കൂടിയിരിക്കുന്നു. മദ്യ വിരുദ്ധമായിട്ടുള്ള ഒരു നയമായിരിക്കും എന്നൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. എല്ലാ വർഷവും 10% ബാറുകൾ വെച്ച് കുറക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല, ഇതിന്റെ എണ്ണം കുത്തനെ കൂടുകയാണ് ചെയ്തത്. അപ്പം മദ്യപിക്കുക എന്ന് പറയുന്നത് ഇന്നൊരു ഫാഷനായിരിക്കുന്നു, അത് എല്ലാത്തിൻ്റെയും ഭാഗമായിരിക്കുന്നു. കല്യാണ വീട്ടിലും മരിച്ച വീട്ടിലും ബർത്ത്ഡേക്ക് പോലും മദ്യം നിർബന്ധമാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ തീർച്ചയായിട്ടും അടിമത്വത്തിൽ നിന്ന് അധപ്പതനത്തിലേക്ക് താഴേക്ക് പോവുക മാത്രമേ വഴിയുള്ളൂ എന്നറിയുക. നന്ദി, നമസ്കാരം.